തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ നിങ്ങൾ മനസ്സിൽ എന്തു പറയുന്നോ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ അതുമാത്രം നിങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. വേറൊരാൾ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തോറ്റു പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ മനസ്സ് എന്താ പറയണമെന്ന് നിങ്ങൾ നോക്കാൻ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞും തരില്ല. നിറയെ ആശയക്കുഴപ്പം ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ഇരിക്കുകയാണ് നല്ലത്. കാരണം കുറച്ച് വൈകിയാലും ആശയക്കുഴപ്പത്തിനുള്ള മറുപടി നിങ്ങൾക്ക് പ്രകൃതി തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾ സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം ഉള്ളവർ തന്നെയാണ്. പക്ഷേ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടാവും. അതുകൊണ്ടും എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ജൂലൈ മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആശയവിനിമയത്തിൽ നല്ലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് എന്തും കൊണ്ടാച്ചാൽ നിങ്ങൾ ഒന്നും തുറന്നു പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ നിങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രശ്നമാവും. പക്ഷെ ഇവിടെ എല്ലാം തുറന്നു പറയുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. സംഗീതം, അഭിനയ മേഖല, ആത്മീയ മേഖല, തൊഴിൽപരമായിട്ട് നിങ്ങൾ കുട്ടികളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളിലും നിങ്ങൾക്കൊരു വ്യത്യാസം എന്തായാലും ജൂലൈ മാസത്തിൽ കാണാൻ സാധിക്കും. ചിലർക്ക് ആന്തരികമായിട്ട് പുതിയൊരു ഹോബിയിലേക്കൊക്കെ പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ആ തോന്നൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അത് മാനസികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഈ മാസം ബന്ധങ്ങളിൽ ഭയങ്കര പരീക്ഷണം കൂടുതലായിരിക്കും. പാർട്ട്ണർക്ക് നിങ്ങളോടൊരു വിശ്വാസമില്ലായ്മ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആശയവിനിമയം കറക്റ്റായിട്ട് നടത്തുക. കാരണം ഇത് ഇല്ലാതാവാനും സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ മേഖല നോക്കുകയാണെങ്കിൽ, ഒരു പുതിയ തൊഴിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടിയിട്ട് ഇപ്പോൾ രാജിവെക്കണ്ട. കാരണം പഴയ തൊഴിൽ ഇരിക്കുമ്പോൾ തന്നെ പുതിയ തൊഴിൽ നോക്കുക. അതിലെന്തായാലും ഒരു മാറ്റം ജൂലൈ 18-ാം തീയതിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ. കൈവിട്ട് പോയ പ്രൊജക്റ്റൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല സഹപ്രവർത്തകരായിട്ട് ആശയവിനിമയം നല്ലായിരിക്കുക. അവരായിട്ട് അടികൂടാൻ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വെക്കരുത്. ഒരു മെൻ്റൽ ഫാറ്റീഗ് ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. ഇല്ലെങ്കിൽ തലച്ചോറിനും ബാക്കിയുള്ള ദഹനത്തിനും എല്ലാം നല്ലൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവും. രാത്രി നേരത്തെ കിടക്കുക. കിടക്കുമ്പോൾ ശാന്തമായ സംഗീതം കേൾക്കുക. കാരണം നിങ്ങളുടെ മെൻ്റൽ സ്റ്റേജ് നിങ്ങളുടെ ഫേസിലും അത് കാണാൻ കഴിയും. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരു ആകർഷണീയത ഇല്ലാതാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുക. എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു എക്സ്പെൻസ് എല്ലാം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം മോഹവില കൊടുത്ത് വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ വാങ്ങരുത്. ആ പൈസ അവിടെ തന്നെ വെക്കുക. ചെറുതാണെങ്കിലും ഒരു ചെറിയ ഒരു ഇൻകം നിങ്ങൾക്ക് ജൂലൈയിൽ ഉണ്ടാകും. ഈ മാസം വലിയ രൂപയുള്ള ലാഭമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ ആഗ്രഹിച്ച കാര്യം മോഹവില കൊടുത്ത് വാങ്ങാതിരിക്കുകയും ബാക്കിയുള്ള പൈസ എല്ലാം കൂട്ടി വെക്കുകയും അതൊരു സ്ഥലത്ത് ഫിക്സഡ് ആക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം അവസാനമാകുമ്പോൾ ഒരു ചെറിയ സംതൃപ്തി ഉണ്ടാവും. അത് നിങ്ങൾക്ക് മെൻ്റലി ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ.